സ്പേസ് ചാനലിൻ്റെ വചനവിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. വലിയ നോമ്പിൻ്റെ ആദ്യ ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമുക്ക് തിരുസഭ മാതാവ് നമ്മുടെ വചനവിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോ മരുഭൂമിയിൽ 40 ദിവസം ഉപവസിക്കുകയും തുടർന്ന് അവിടുത്തെ ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണവുമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രധാന ഇതിവൃത്തം. ഈശോ മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നു. പരീക്ഷിക്കപ്പെടുന്ന ഈശോ തൻ്റെ ജീവിതത്തിലെ പരീക്ഷണത്തെ അതിജീവിക്കുന്നു. ഈശോ പരീക്ഷണങ്ങളെ അതിജീവിച്ചത് തികച്ചും വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടാണ്. നമ്മൾ ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 3 പരീക്ഷണങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടുത്തെ പരീക്ഷണങ്ങൾ ഓരോന്നും മനുഷ്യ ജീവിതവുമായി തട്ടിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്നാമതായിട്ട് ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണം എന്ന് പറയുന്നത് വിശപ്പിൻ്റേതായിരുന്നു. നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. വിശപ്പ് അത് പല വിധത്തിൽ നമുക്കത് വ്യാഖ്യാനായിട്ട് കഴിയും. വിശപ്പ് ശരീരത്തിൻ്റേതാവാം, മറ്റു പല ആസക്തികളുടേതാവാം. ഏതു തരത്തിലുള്ള വിശപ്പായാലും ആ വിശപ്പിനെ അതിജീവിക്കേണ്ട ആവശ്യം മനുഷ്യജീവിതത്തിൽ ആവശ്യമാണ്. ദൈവം ഈശോ അത് വളരെ കൃത്യമായിട്ട് വചനത്തിൽ ഊന്നിക്കൊണ്ട് തൻ്റെ ജീവിതത്തിലെ മുൻനിർത്തി ഈശോ അത് വിജയിച്ച് കാണിച്ചു തരുന്നുണ്ട്. രണ്ടാമതായിട്ട് ഈശോയുടെ ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണം അത് ഭൗതിക സ്വത്തിനോടും മറ്റ് സമ്പത്തിനോടും തൊരുക്കൂട്ടലുകളോടും ഉള്ള പരീക്ഷണമായിരുന്നു. പ്രസ്തുത പരീക്ഷണത്തെയും ഈശോ അതിജീവിക്കുന്നത് വചനാധിഷ്ഠിതമായ ജീവിതം കൊണ്ടായിരുന്നു. മൂന്നാമതായിട്ട് ഈശോയുടെ ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണം അത് പ്രശസ്തിയുടേതായിരുന്നു. ദേവാലയ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് ചാടുവാനുള്ള പരീക്ഷണം പ്രശസ്തി അത് മനുഷ്യന് എപ്പോഴും മനുഷ്യൻ്റെ ഒരു ദൗർബല്യമായിട്ട് നമുക്ക് സംഭവിക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളെയൊക്കെ ഈശോ നേരിട്ടത് തൻ്റെ ജീവിതത്തിൽ വചനാധിഷ്ഠിതമായ ഒരു ജീവിതം ജീവിച്ചുകൊണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ ജീവിതം മുഴുവൻ മുൻനിർത്തി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ദൈവപിതാവുമായിട്ടുള്ള ഗാഢമായ ബന്ധത്തിൽ ഊന്നിക്കൊണ്ടുള്ള ജീവിതം. അത്തരത്തിലുള്ള ജീവിതമാണ് ഈശോയെ മുന്നോട്ട് നയിച്ചത്. പ്രലോഭനങ്ങളെ നേരിടുവാനായിട്ടുള്ള ശക്തി അവിടത്തേക്ക് കിട്ടിയത്. നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ ദൈവാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പരീക്ഷണത്തിനായി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈശോ പരീക്ഷിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് അനുവദിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ ആത്മാവ്, അപ്പോൾ ദൈവം അറിഞ്ഞുകൊണ്ട് നടക്കുന്ന പരീക്ഷണമാണ് ഈശോയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ദൈവം അറിയാണ്ട് മനുഷ്യ ജീവിതത്തിൽ ഒരു കാര്യവും സംഭവിക്കുകയില്ല എന്നുള്ളൊരു വലിയ കാര്യം നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായ പരീക്ഷണം, ദൈവാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവിടെ വെച്ച് അവൻ പരീക്ഷണത്തെ അതിജീവിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരീക്ഷണങ്ങളെ അതിജീവിക്കണമെങ്കിൽ ദൈവത്തിലുള്ള ആശ്രയബോധമുണ്ടായിരിക്കണം. ദൈവവചനത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ ജീവിക്കാനും കൂടി പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് തന്നെ വചനാധിഷ്ഠിതമായ ജീവിതം നോമ്പിൻ്റെ ചര്യയാക്കി നാം മാറ്റണം എന്നുള്ളതാണ്. വചനം ജീവിക്കുന്നിടത്ത് പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവസാനിക്കും. വചനം ജീവിക്കാത്തിടത്ത് പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ആ പ്രലോഭനങ്ങളിൽ മനുഷ്യൻ കേവലം ബാറ്റയെ പോലെ നമ്മൾ അതിൽ വീണു പോകും. അതുകൊണ്ട് പ്രലോഭനങ്ങളെ അതിജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ വചനാധിഷ്ഠിതമായ ജീവിതം ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മൾ ഈ നോമ്പ് കാലത്തിൽ ഒന്നാമതായിട്ട് ചിന്തയായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് പരീക്ഷണങ്ങൾ മനുഷ്യ ജീവിതത്തിൽ തുടർന്നുകൊണ്ടിരിക്കും. ദൈവം പരീക്ഷണങ്ങളെ മനുഷ്യ ജീവിതത്തിൽ അനുവദിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവം എന്തുകൊണ്ടാണ് മനുഷ്യ ജീവിതത്തിൽ പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നത്? കാരണം അതിനുള്ള ഉത്തരം നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോവുകയാണെങ്കിൽ കാണാനായിട്ട് കഴിയും. ഉൽപ്പത്തിയിൽ ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ അവന് സർവ്വസ്വാതന്ത്ര്യവും നൽകി. പക്ഷേ ഒരു വൃക്ഷത്തിൽ നിന്നുള്ള ഫലം മാത്രം ഭക്ഷിക്കരുതെന്ന് കർത്താവ് മനുഷ്യരോട് കൽപ്പിച്ചു.
പക്ഷേ അവൻ്റെ താല്പര്യം അതിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കുവാനോ ദൈവത്തിൻ്റെ വാക്കുകളിൽ നിലനിൽക്കുവാനോ അവന് കഴിഞ്ഞില്ല. പകരം അവൻ്റെ പ്രലോഭനത്തിൽ അവന് അധിഷ്ഠിതമായിട്ട് അവൻ ആ ഫലം ഭക്ഷിക്കുകയാണ് ഉണ്ടായത്. ഫലമായിട്ട് നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും, ഫലം ഭക്ഷിച്ച മനുഷ്യൻ്റെ കണ്ണുകൾ തുറന്നു. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നീട് വചനം പറയുന്നത്, കണ്ണുകൾ തുറന്ന മനുഷ്യൻ അവൻ്റെ നഗ്നത തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഈ നഗ്നത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ്റെ പോരായ്മകളെക്കുറിച്ച്, അവൻ്റെ കുറവുകളെക്കുറിച്ച്, അവൻ്റെ തെറ്റുകളെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ തെറ്റുകളെക്കുറിച്ച്, നമ്മുടെ പോരായ്മകളെക്കുറിച്ച് തിരിച്ചറിഞ്ഞ മനുഷ്യൻ അവൻ ദൈവത്തിന് തുല്യമായി നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് അവിടെ എത്തുകയാണ്. അതിനു മുൻപ് മനുഷ്യന് അത്രയൊരു വിശേഷണം ഇല്ലായിരുന്നു. ആ ഒരു വസ്തുത മനുഷ്യന് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യം ചെയ്യുക വഴി അവന് പൂർണ്ണമായും ദൈവത്തിൻ്റെ വിവേചന ബുദ്ധി മനുഷ്യന് കിട്ടി എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുവഴിയായിട്ട് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ദൈവം അനുവദിച്ചത്, മനുഷ്യന് ഈ പ്രക്രിയ പൂർണ്ണമായിട്ടും അവനിലേക്ക് തന്നെ വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള ഉത്തരവാദിത്വം ലഭിച്ച മനുഷ്യൻ അതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിലുടനീളം നന്മ തിന്മകളേക്ക് അനുസൃതമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമ്മൾ കടപ്പെട്ടവരായി മാറി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം മനുഷ്യരിലേക്ക് കടന്നു വന്നു. നമുക്ക് നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തിന്മയെ നിരാകരിച്ചുകൊണ്ട് നന്മയിൽ ജീവിക്കുന്നിടത്ത് ദൈവം അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഇതാണ്: നോമ്പിൽ നമ്മുടെ തെറ്റുകളെക്കുറിച്ച് പൂർണ്ണമായും അവബോധത്തോടുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റുകളെ മാറ്റിവെച്ചുകൊണ്ട് നന്മയിൽ ജീവിക്കുവാനായി പഠിക്കുന്നിടത്ത് ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്നുള്ളതാണ്. നമ്മൾ വചനത്തിൽ ഈശോ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്, പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. അപ്പോൾ പ്രലോഭനങ്ങളെ ദൈവം അനുവദിക്കുന്നുണ്ട് മനുഷ്യ ജീവിതത്തിൽ. ജോബിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ജോബിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും, ദൈവവും പിശാചുമായിട്ട് ഒരു ഉടമ്പടി നടത്തുന്നുണ്ട്. ദൈവം പിശാചിനെ ജോബിൻ്റെ ജീവിതത്തിൽ പരീക്ഷിക്കാനായിട്ട് അനുവദിക്കുന്നുണ്ട്. പരീക്ഷണത്തെ ജോബ് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അതിജീവിക്കുന്നു. തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കഷ്ടതകളിലും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തിൽ മാത്രം ശരണം വെച്ചുകൊണ്ട് ജീവിച്ച ജോബിന് തൻ്റെ ജീവിതം അനുഗ്രഹമായി മാറുന്നത് നമുക്ക് വചനത്തിൽ വായിക്കാനായിട്ട് കഴിയും. അപ്പോൾ പ്രലോഭനങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളതിൻ്റെ ഉത്തരവും നമുക്ക് വചനം കാണിച്ചു തരുന്നുണ്ട്. അത് ഈശോയുടെ ജീവിതത്തിലും നിരന്തരം സംഭവിക്കുന്നുണ്ട്. വചനം ജീവിക്കുന്നിടത്ത് പ്രലോഭനങ്ങളെ നമുക്ക് അതിജീവിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഈശോയുടെ ജീവിതത്തിലും പല ഒരു സംഭവത്തിലും നമുക്ക് പരീക്ഷണങ്ങൾ, വചനത്തിൽ നിലനിൽക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈശോ ഗെത്സമനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും കഴിയുമെങ്കിൽ ഈ പാനപാത്രം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് കർത്താവ് പ്രാർത്ഥിച്ചു. പക്ഷേ അതിനോട് കൂട്ടിച്ചേർത്ത് അവിടുന്ന് വീണ്ടും പ്രാർത്ഥിച്ചു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ പലപ്പോഴും ഇതാണ് പരീക്ഷണങ്ങളുടെ മുൻപിൽ നമുക്ക് ദൈവത്തിൽ അധിഷ്ഠിതമായി ദൈവാശ്രയബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ഉണ്ടാകുന്ന മനോഭാവം എന്ന് പറയുന്നത്, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. പരീക്ഷണങ്ങൾ മനുഷ്യജീവിതത്തിൽ ഉണ്ടാകും, അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ അവിടെ അതിനെ എങ്ങനെ അതിജീവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് നമുക്ക് ദൈവം നന്മയുടെ അളവുകോൽ നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെടുന്നത്, നമുക്ക് തരുന്നത്. അതുകൊണ്ട് വചന അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം ഈ നോമ്പ് കാലത്ത് സഭയും സമൂഹവും തിരുസഭയും നമ്മോട് കൂടുതലായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വചനം ജീവിക്കാൻ തുടങ്ങുന്നിടത്ത് പ്രലോഭനങ്ങൾ അകന്നു പോകും. അത് നമ്മെ ദൈവത്തിലേക്കും നമ്മുടെ സഹോദരങ്ങളിലേക്കും കൊണ്ടെത്തിക്കും. അതുവഴി നമുക്ക് കൂടുതലായിട്ട് നന്മ നമ്മുടെ സഹോദരങ്ങൾക്ക് ചെയ്യുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രാർത്ഥന, ഉപവാസം, പരിത്യാഗം അത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ, ശരീരത്തെ നമ്മൾ ലഘൂകരിക്കുമ്പോൾ, നമ്മൾ ശരീരത്തെ വിഷമിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ദൈവം സംപ്രീതനാവുകയാണ് ചെയ്യുന്നത്. കാരണം അതുവഴി നമ്മൾ കൂടുതലായിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവിടെയെല്ലാം ഉപരിവിപ്ലവമായ പ്രവൃത്തികളായിട്ട് നമ്മൾ ചുരുങ്ങിപ്പോവും. അത് പല ലൗകികതയുടെ പുറകെയും പല സമ്പത്തിൻ്റെയും പല പ്രശസ്തിയുടെയും ഒക്കെ പുറകെ പോയിട്ട് നമ്മുടെ ജീവിതം നമ്മൾ തന്നെ അസ്തിത്വമില്ലാതെ മാറ്റുന്നവരായി മാറും.
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കണം, നമ്മുടെ ജീവിതം ദൈവം നൽകിയിരിക്കുന്ന ദാനമാണ്. നോമ്പ് കാലഘട്ടം നമ്മെ തന്നെ നവീകരിക്കുന്ന കാലഘട്ടമാണ്. ആ നവീകരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ പഠിക്കുന്നിടത്ത് നമ്മളുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകും. നമ്മൾ ഇനിയൊരു വസ്തുത കൂടി മനസ്സിലാക്കേണ്ടതുള്ളത്, ദൈവം മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് വഹിക്കാൻ കഴിയാത്ത വിധം ഒരു പരീക്ഷണം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. വചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്കത് വായിക്കാനും ആയിട്ട് കഴിയും. അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന പരീക്ഷണങ്ങൾ അത് എപ്പോഴും നമുക്ക് സഹിക്കുവാൻ കഴിയുന്നത് മാത്രമായിരിക്കും. ഈശോ തന്നെ അത് പറയുകയുണ്ടായി, ഞാൻ തരുന്ന നുകം അത് മറ്റ് എല്ലാത്തിനേക്കാളും ഭാരം കുറഞ്ഞതാണ്, അത് വഹിക്കുവാൻ നമുക്ക് കഴിയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ സഹനങ്ങൾ, വേദനകൾ അത് അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പരിധിക്ക് അകത്ത് ആണെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. കാരണം ജഡത്താൽ ഉണ്ടായ പാപം, ജഡത്തിൻ്റെ താല്പര്യപ്രകാരം ഉണ്ടായ തിന്മകൾ ഈശോ ജഡത്താൽ, വേദനയാൽ, സഹനത്താൽ അവിടുന്ന് നന്മയാക്കി പരിണമിപ്പിച്ചു. അതാണ് രക്ഷാകര ദൗത്യത്തിലെ ഈശോ സ്വീകരിച്ച കുരിശുമരണം. അതുകൊണ്ട് ഈശോയുടെ കുരിശിൻ്റെ രക്തത്തിൻ്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യർക്ക് കർത്താവ് തരുന്ന പരീക്ഷണങ്ങളെയും നമുക്ക് അതിജീവിക്കാനായിട്ട് കഴിയും. കാരണം നമുക്ക് കഴിയത്തില്ലാത്ത വിധത്തിലുള്ള ഒരു പരീക്ഷണവും ദൈവം അനുവദിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോമ്പ് കാലം നമ്മുടെ ജീവിതം കൂടുതൽ ദൈവോന്മുഖമായി ക്രമീകരിച്ചുകൊണ്ട്, തിരുവചനത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചുകൊണ്ട്, വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അപരൻ്റെ നന്മയിലേക്ക് കണ്ണുകൾ വെച്ചുകൊണ്ട് ജീവിക്കുന്നിടത്ത്, നമ്മളെ തന്നെ സ്വയം ചെറുതാക്കുന്നിടത്ത്, വിശുദ്ധീകരിക്കുന്നിടത്ത് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കും. നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കും. നമ്മളെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.